Hello students. ഇന്നത്തെ നമ്മുടെ സെഷൻ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഫ്രം ദ ചാപ്റ്റർ വേവ്സ്. അപ്പോൾ വേവ്സ് എന്നൊരു ചാപ്റ്ററിൽ റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ചോദ്യങ്ങൾ ഇക്വേഷൻ ഓഫ് എ വേവ് എന്നൊരു സെക്ഷനിലാണ്. അപ്പോൾ അത് ചെയ്യണമെങ്കിൽ ആദ്യം വേവിൻ്റെ കുറച്ച് കാര്യങ്ങൾ, ഇക്വേഷൻ്റെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ ആദ്യം അത് നമുക്കൊന്ന് നോക്കാം. The general equation for a wave which is traveling in positive x direction is y equal to a sin kx minus omega t plus phi. നെഗറ്റീവ് എക്സ് ഡയറക്ഷനിലാണ് വേവ് പോകുന്നതെങ്കിൽ വൈൻ്റെ ഇക്വേഷൻ എന്താണ്? a sin kx പ്ലസ് ഒമേഗ ടി പ്ലസ് ഫൈവ്. ഈ ഇക്വേഷൻ ഒരു ട്രാവലിംഗ് വേവ് അല്ലെങ്കിൽ ഒരു പ്രോഗ്രസീവ് വേവിൻ്റെ ഇക്വേഷനാണ്. അതേസമയത്ത് സ്റ്റേഷനറി വേവിൻ്റെ ഇക്വേഷൻ്റെ ഫോമാറ്റ് എങ്ങനെയാണ്? y ഈക്വൽ ടു ജി എക്സ് ഇൻറ്റു എഫ് ടി ആണ്. ഓക്കെ, ഇനി ചോദ്യം എങ്ങനെയായിരിക്കും എന്ന് വെച്ചാൽ ഒരു ഇക്വേഷൻ, ഒരു വേവിൻ്റെ ഇക്വേഷൻ തരും. എന്നിട്ട് ആ വേവിൻ്റെ ഇക്വേഷന് കുറേ കാര്യങ്ങൾ, കുറേ പാരാമീറ്റേഴ്സ് കണ്ടുപിടിക്കാൻ പറയും. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ഇതിൽ നമുക്ക് കണ്ടുപിടിക്കാമെന്ന് നോക്കാം. ഈ ഇക്വേഷനിൽ എ എന്ന് പറയുന്നത് ആംപ്ലിറ്റ്യൂഡാണ്, കെ എന്ന് പറയുന്നത് പ്രൊപ്പഗേഷൻ കോൺസ്റ്റൻ്റ് ആണ് വിച്ച് ഇസ് ഈക്വൽ ടു 2π/λ. ലാംഡ വേവ് ലെങ്ത് ആണ്, അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് വേവ് ലെങ്ത് കാണാം. പിന്നെ ഒമേഗ എന്ന് പറയുന്നത് 2πf ആണ് വിച്ച് ഇസ് ഓൾസോ ഈക്വൽ ടു 2π/t. അപ്പോൾ ഒമേഗ ഉണ്ടെങ്കിൽ നമുക്ക് എഫ് കണ്ടുപിടിക്കാം, അല്ലെങ്കിൽ എഫ് എന്ന് വെച്ചാൽ ഫ്രീക്വൻസിയാണ്. ഇനി അതല്ലെങ്കിൽ ടൈം പീരിയഡ് ക്യാപിറ്റൽ ടി കണ്ടുപിടിക്കാം. പിന്നെ വെലോസിറ്റി ഓഫ് ദി വേവ് കാണാം, v ഈക്വൽ ടു ω/k. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഓർത്ത് വെച്ചാൽ നമുക്ക് ഈ ഭാഗത്തിൽ ക്വസ്റ്റ്യൻസ് വന്നാൽ ചെയ്യാൻ എളുപ്പമായിരിക്കും, ബുദ്ധിമുട്ടുണ്ടാവില്ല. അപ്പോൾ നമുക്ക് ആദ്യം ഈ ഭാഗത്തു നിന്ന് വരുന്ന ചോദ്യങ്ങൾ എങ്ങനെയായിരിക്കും നോക്കാം. ഇതൊക്കെ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ വന്ന ചോദ്യങ്ങളാണ്. ഒന്ന് നോക്കുക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. ഇക്വേഷൻ ഓഫ് എ വേവ് ഇസ് y is equal to 3.0 sin 36t plus 0.018 x plus π/4. അപ്പോൾ അതിൽ നിന്ന് കുറേ കാര്യങ്ങൾ നമ്മളോട് ചോദിച്ചിട്ടുണ്ട്, കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഈ ഇക്വേഷനെ ജനറൽ ഇക്വേഷനുമായിട്ട് കമ്പയർ ചെയ്യാം. അപ്പോൾ ജനറൽ ഇക്വേഷൻ എന്താ? y ഈക്വൽ ടു a sin kx പ്ലസ് ഒമേഗ ടി പ്ലസ് ഫൈവ് അല്ലേ? ആ ജനറൽ ഇക്വേഷൻ എഴുതി വയ്ക്കുക. എന്നിട്ട് രണ്ടും കൂടി കമ്പയർ ചെയ്യുക. കമ്പയർ ചെയ്താൽ നമുക്ക് a 3 ആണെന്ന് കിട്ടും, പിന്നെ k നമുക്ക് 0.018 ആണെന്ന് കിട്ടും, ഒമേഗ 36 ആണെന്ന് കിട്ടും, 5 π/4 ആണെന്ന് കിട്ടും. ഇനി ചോദ്യങ്ങൾ നോക്കാം. എ, ഇസ് ഇറ്റ് എ ട്രാവലിംഗ് ഓർ എ സ്റ്റേഷനറി വേവ്? അപ്പം ഇക്വേഷൻ നോക്കിക്കഴിഞ്ഞാൽ വി വിൽ അണ്ടർസ്റ്റാൻഡ് ദറ്റ് ഇറ്റ് ഇസ് എ ട്രാവലിംഗ് വേവ്. ഇഫ് ഇറ്റ് ഇസ് ട്രാവലിംഗ് വാട്ട് ഇസ് ഇറ്റ് സ്പീഡ്? സ്പീഡ് കാണാൻ ഫോർമുല എന്താണ്? v ഈക്വൽ ടു ω/k ആണ്. രണ്ടും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ യു വിൽ ഗെറ്റ് ദി ആൻസർ ആസ് 2000 m/s. പിന്നെ ഡയറക്ഷൻ ഓഫ് ദ വേവ് എന്തായിരിക്കും? ഇത് kx പ്ലസ് ωt ആയതുകൊണ്ട് ഇറ്റ് ഇസ് ദ നെഗറ്റീവ് എക്സ് ഡയറക്ഷൻ. ഇനി ബി പാർട്ട് നോക്കാം. വാട്ട് ഇസ് ദി ആംപ്ലിറ്റ്യൂഡ്? വീണ്ടും ഇക്വേഷൻസ് കമ്പയർ ചെയ്യുക. ആംപ്ലിറ്റ്യൂഡ് a ഈക്വൽ ടു 3 എന്ന് കിട്ടി. ഫ്രീക്വൻസി കാണാൻ എന്താ ചെയ്യേണ്ടത്? രണ്ടാമത്തെ ചോദ്യം ഫ്രീക്വൻസിയാണ്. അപ്പോൾ ഫ്രീക്വൻസി കാണാൻ എന്താ ചെയ്യേണ്ടത്? ഒമേഗൻ്റെ ഇക്വേഷൻ എടുക്കുക. ഒമേഗ ഈക്വൽ ടു 2πf ആണ്, ആൻഡ് ദാറ്റ് ഇസ് ഈക്വൽ ടു 36. ഇക്വേഷനിൽ ഈ ഒരു ക്വസ്റ്റിൽ തന്നിട്ടുണ്ട്. അപ്പോൾ എഫ് എന്താ കിട്ടി? എഫ് ഈക്വൽ ടു 36/2π. വാട്ട് ഇസ് ദ ലീസ്റ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു സക്സസീവ് ക്രസ്റ്റ് ഇൻ ദ വേവ്? ഈ ലീസ്റ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു സക്സസീവ് ക്രസ്റ്റ് ഇസ് നത്തിങ് ബട്ട് വേവ് ലെങ്ത് അല്ലേ? നമ്മൾ വേവ് ലെങ്ത്തിൻ്റെ ഡെഫിനേഷൻ പഠിക്കുന്നുണ്ടല്ലോ. അപ്പോൾ രണ്ട് സക്സസീവ് ക്രസ്റ്റോ അല്ലെങ്കിൽ രണ്ട് സക്സസീവ് ട്രഫ് തമ്മിലുള്ള ദൂരം എന്താണ്? വേവ് ലെങ്ത് ആണ്. അപ്പോൾ നമ്മൾ കൺഫ്യൂസ് ചെയ്യാൻ ഈ രീതിയിൽ ചോദ്യം വരാം. വാട്ട് ഇസ് ദ ലീസ്റ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു സക്സസീവ് ക്രസ്റ്റ്? അപ്പോൾ വേവ് ലെങ്ത് ആണ് കാണേണ്ടത്. വേവ് ലെങ്ത് കാണാൻ നമുക്ക് കെ അറിയാം. അപ്പോൾ കെ ഈക്വൽ ടു 2π/λ ആണെന്ന് അറിയാം. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് ലാംഡൻ്റെ ഇക്വേഷൻ കിട്ടി. ഓക്കെ, പിന്നെ ഡി, വാട്ട് ഇസ് ദ ഇനീഷ്യൽ ഫേസ് അറ്റ് ദി ഒറിജിൻ? വീണ്ടും ഇക്വേഷൻസ് കമ്പയർ ചെയ്താൽ ഇനീഷ്യൽ ഫേസ് എന്താണ്? 5 ഈക്വൽ ടു π/4 കിട്ടി. ഇനി ഇതേപോലത്തെ വേറൊരു ചോദ്യം. ഇക്വേഷൻ ഓഫ് എ വേവ് ഇസ് y ഈക്വൽ ടു 0.005 സൈൻ ബ്രാക്കറ്റിൽ 80.0x മൈനസ് 3.0t. അപ്പം വേഗം എന്താ ചെയ്യേണ്ടത്? ഏറ്റവും ഫസ്റ്റ് ഇതിനെ കമ്പയർ ചെയ്യുക. ഇപ്പോൾ ഇതിൻ്റെ ജനറൽ ഇക്വേഷൻ എന്താ? y is equal to a sin kx minus omega t. കാൽക്കുലേറ്റ് ദ വേവ് ലെങ്ത്, ഫ്രീക്വൻസി ആൻഡ് ആംപ്ലിറ്റ്യൂഡ്. അപ്പോൾ ചെയ്തിരിക്കുന്ന പോലെ ആംപ്ലിറ്റ്യൂഡ് 0.005 ആണ്. പിന്നെ വേവ് ലെങ്ത് കാണാൻ നമ്മൾ k ഈക്വൽ ടു 80 എടുത്തു, അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. പിന്നെ ഒമേഗ ഈക്വൽ ടു 3 ആണ്. സോ അതിൽ നിന്ന് 2πf ഈക്വൽ ടു 3. സോ എഫ് ഇസ് ഈക്വൽ ടു 3/2π. ഹോപ്പ് യു ഹാവ് അണ്ടർസ്റ്റുഡ്. ഓക്കെ, അപ്പോൾ ഇതിൽ ഇത്രേ ചെയ്യാനുള്ളൂ. ഇനി ഈ ഭാഗത്തു നിന്നുള്ള ചോദ്യം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി അടുത്ത ഭാഗം, അടുത്ത ഇമ്പോർട്ടൻറ്റ് സെഷൻ എന്ന് പറയുന്നത് ഓപ്പൺ പൈപ്പ്, ക്ലോസ്ഡ് പൈപ്പ്, സ്ട്രെച്ച്ഡ് സ്ട്രിങ്, ആ ഭാഗത്തു നിന്ന് വരുന്ന ചോദ്യങ്ങളാണ്.
അപ്പോൾ ഇത് ചെയ്യണമെങ്കിൽ നിങ്ങൾ ഇതിൻ്റെ ഇക്വേഷൻസ് അറിഞ്ഞിരിക്കണം. പിന്നെ ഓപ്പൺ പൈപ്പും സ്ട്രെച്ച്ഡ് സ്ട്രിങ്ങിൻ്റെയും ഇക്വേഷൻസ് ഒരുപോലെയാണ് എന്ന് ഓർമ്മയുണ്ടാവണം. ക്ലോസ് പൈപ്പിൻ്റെ ചെറിയൊരു വ്യത്യാസമുണ്ട്. ഓക്കെ, ഓപ്പൺ പൈപ്പിൽ എല്ലാ ഹാർമോണിക്സും പോസിബിൾ ആണ്. അതുപോലെ ക്ലോസ്ഡ് പൈപ്പിൽ ഓൺലി ഓഡ് ഹാർമോണിക്സ് ആർ പോസിബിൾ. അപ്പം കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. എ നോക്കുക. എ ഫ്ലൂട്ട് ഇസ് എൻ എക്സാമ്പിൾ ഓഫ്, ഫ്ലൂട്ട് എന്ന് വെച്ചാൽ എന്താ, രണ്ട് ഭാഗവും ഓപ്പൺ ആയതുകൊണ്ട് അതെന്താണ്, ഓപ്പൺ പൈപ്പാണ്. ക്ലോസ് പൈപ്പ് അല്ല, ഇറ്റ് ഇസ് എൻ എക്സാമ്പിൾ ഫോർ ഓപ്പൺ പൈപ്പ്. സി പാർട്ട് നോക്കുക. റെസണൻസ് കോളം അപ്പാരറ്റസ് ഇസ് എൻ എക്സാമ്പിൾ ഫോർ ഓപ്പൺ പൈപ്പ് ഓർ ക്ലോസ് പൈപ്പ്. ഇറ്റ് ഇസ് എൻ എക്സാമ്പിൾ ഫോർ ക്ലോസ് പൈപ്പ്. കാരണം റെസണൻസ് കോളം അപ്പാരറ്റസിൽ ഒരു ഭാഗം ഓപ്പണും മറ്റേ ഭാഗം ക്ലോസ്ഡ് ആയിരിക്കും. ക്ലോസ്ഡ് വിത്ത് ലിക്വിഡ്, സം ലിക്വിഡ്, മിക്കവാറും വെള്ളമാണ് യൂസ് ചെയ്യാറ്. സോ ഇറ്റ് ഇസ് എൻ എക്സാമ്പിൾ ഫോർ ക്ലോസ്ഡ് പൈപ്പ്. Sketch the waveforms of first two harmonics formed in an open pipe. ഇനി ചോദ്യത്തിൽ formed in an open pipeന് പകരം formed in ഫ്ലൂട്ട് എന്ന് വരാം. ഓക്കെ, അപ്പം ഒരേ ആൻസർ തന്നെയാണ്, കാരണം ഫ്ലൂട്ടും ഒരു ഓപ്പൺ പൈപ്പ് തന്നെയാണ്. അപ്പോൾ അതിൻ്റെ രണ്ട് ഹാർമോണിക്സ് ബി പാർട്ടിൽ കാണിച്ചിട്ടുണ്ട്. അടുത്ത ചോദ്യം നോക്കുക. ഇൻ റെസണൻസ് കോളം അപ്പാരറ്റസ് മാക്സിമം സൗണ്ട് ക്യാൻ ബി ഹേർഡ് അറ്റ് എ സർട്ടൻ ഹൈറ്റ്. എക്സ്പ്ലെയിൻ ദ ഫിനോമിന ബിഹൈൻഡ് ഇറ്റ്. ദ ഫിനോമിന ബിഹൈൻഡ് ദിസ് ഇസ് റെസണൻസ്. റെസണൻസ് കോളം അപ്പാരറ്റസിൽ നമ്മൾ ഓപ്പൺ എൻഡിൽ നിന്ന് ഒരു വേവ് താഴേക്ക് പോയി ക്ലോസ്ഡ് എൻഡിൽ തട്ടിയിട്ട് അത് റിഫ്ലക്റ്റ് ചെയ്ത് പിന്നെയും മുകളിലേക്ക് വരുന്നു. അപ്പം മുകളിലേക്ക് വരുന്ന വഴിക്ക് അത് ഇൻസിഡൻറ്റ് വേവും റിഫ്ലക്റ്റഡ് വേവും കൂടി സൂപ്പർ ഇമ്പോസ് ചെയ്യുമ്പം ആംപ്ലിറ്റ്യൂഡ് മാക്സിമം ആവുന്നു. അതിനെയാണ് റെസണൻസ് എന്ന് പറയുന്നത്. അപ്പോൾ റെസണൻസ് ഉണ്ടാവുമ്പം ആംപ്ലിറ്റ്യൂഡ് മാക്സിമം ആവുന്നു, സൗണ്ടും മാക്സിമം ആവുന്നു. ക്ലിയർ? ഇനി അടുത്തത്, ഓപ്പൺ പൈപ്പ്സ് ആർ പ്രിഫർ ടു ക്ലോസ് പൈപ്പ്സ്. വൈ? ഓപ്പൺ പൈപ്പ്സിൽ എല്ലാ ഹാർമോണിക്സും പോസിബിളാണ്, അതായത് ഓൾ ഹാർമോണിക്സ് പോസിബിളാണ്. അതേ സമയത്ത് ക്ലോസ്ഡ് പൈപ്പ്സിൽ ഓഡ് ഹാർമോണിക്സ് മാത്രമേ പോസിബിൾ ആവുന്നുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഓപ്പൺ പൈപ്പ്സ് ആർ പ്രിഫേർഡ് ടു ക്ലോസ്ഡ് പൈപ്പ്സ്. ഷോ ദാറ്റ് ഇൻ എ ക്ലോസ്ഡ് പൈപ്പ് nu1 is to nu2 is to nu3 equal to 1 is to 3 is to 5. അപ്പോൾ ഇവിടെ ഈ nu1 എന്ന് പറയുന്നത് ഫണ്ടമെൻ്റൽ ഫ്രീക്വൻസിയാണ്, അല്ലെങ്കിൽ ഫസ്റ്റ് ഹാർമോണിക്സിൻ്റെ ഫ്രീക്വൻസിയാണ്. nu2 എന്ന് പറയുന്നത് തേർഡ് ഹാർമോണിക്സിൻ്റെ ഫ്രീക്വൻസിയാണ്. ക്ലോസ് പൈപ്പ് ആയതുകൊണ്ട് nu2 എന്ന് പറയുന്നത് തേർഡ് ഹാർമോണിക്സ് ആണ്. nu3 എന്ന് പറയുന്നത് ഫിഫ്ത്ത് ഹാർമോണിക്സിൻ്റെ ഫ്രീക്വൻസിയാണ്. അപ്പം ക്ലോസ്ഡ് പൈപ്പിൽ ഫ്രീക്വൻസിൻ്റെ ഇക്വേഷൻ എന്താണ്? nu ഈക്വൽ ടു v ഡിവൈഡഡ് ബൈ 4l ഇൻറ്റു 2n + 1. nu1 കിട്ടണമെങ്കിൽ n 0 ഇടണം, nu2 കിട്ടണമെങ്കിൽ n 1 ഇടണം, nu3 കിട്ടണമെങ്കിൽ n 2 ഇടണം. അതൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് v/4l, 3v/4l, 5v/4l കിട്ടും. അത് മൂന്നും കൂടി റേഷ്യോ കാണുമ്പം ഇറ്റ് ഈസ് 1:3:5. ഓക്കെ, അപ്പോൾ ഇത്ര എഴുതിയാൽ നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടും. A student plucks at the center of a stretched string. What type of wave is produced in a string? Stretched string എന്ന് പറയുമ്പം ഇറ്റ് is similar to the case of an open pipe, അല്ലേ? അപ്പോൾ സ്ട്രിങ്ങിൻ്റെ മിഡിൽ പ്ലക്ക് ചെയ്യുമ്പം അതിലുണ്ടാവുന്ന വേവ് എങ്ങനത്തെ വേവ് ആണെന്ന് ചോദ്യം വന്നാൽ ഇറ്റ് ഈസ് എൻ എക്സാമ്പിൾ ഓഫ് വാട്ട് സ്റ്റേഷനറി വേവ് ഓർ സ്റ്റാൻഡിങ് വേവ്. പ്ലോട്ട് ദ വേവ് പാറ്റേൺ പിക്ചർലി, ലേബിൾ നോഡ് ആൻഡ് ആൻറ്റി നോഡ്. അത് കാണിച്ചിട്ടുണ്ട്. അതായത് ഒരു ഏറ്റവും ആദ്യത്തെ ഫണ്ടമെൻ്റൽ ഫ്രീക്വൻസി അല്ലെങ്കിൽ ഫസ്റ്റ് ഹാർമോണിക്സിൽ വരുന്ന വേവ് പാറ്റേൺ ആണ് കാണിച്ചിരിക്കുന്നത്. അതിൻ്റെ രണ്ട് അറ്റം നോഡാണ്, മിഡിൽ ഭാഗം ആൻറ്റി നോഡാണ്. ഓക്കെ, ഇത്രയും ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇനി ഇതിൻ്റെ അടുത്ത ഭാഗം നോക്കാം. അടുത്ത ചോദ്യം നോക്കാം. വേർ വിൽ എ മാൻ ഹിയർ ലൗഡർ സൗണ്ട് ഇൻ സ്റ്റേഷനറി വേവ്? അത് ആൻറ്റിനോട്സിലായിരിക്കും, കാരണം ആൻറ്റിനോട്സിൽ മാക്സിമം ആംപ്ലിറ്റ്യൂഡാണ് വരുന്നത് വേവിൻ്റെ. ഷോ ദാറ്റ് ദ ഫണ്ടമെൻ്റൽ ഫ്രീക്വൻസി ഓഫ് എൻ ഓപ്പൺ പൈപ്പ് ഇസ് ട്വൈസ് ദ ഫണ്ടമെൻ്റൽ ഫ്രീക്വൻസി ഓഫ് എ ക്ലോസ് പൈപ്പ്. അപ്പോൾ ഫണ്ടമെൻ്റൽ ഫ്രീക്വൻസി ഓഫ് എൻ ഓപ്പൺ പൈപ്പ് ഇസ് v/2l into n. n will be equal to 1. അപ്പോൾ ഓപ്പൺ പൈപ്പിൻ്റെ ഫണ്ടമെൻ്റൽ ഫ്രീക്വൻസി v/2l ആണ്. ക്ലോസ് പൈപ്പിൻ്റെ ഫണ്ടമെൻ്റൽ ഫ്രീക്വൻസി v/4l ആണ്. അത് രണ്ടും കൂടി നോക്കിക്കഴിഞ്ഞാൽ വി ഫൈൻഡ് ദാറ്റ് ഓപ്പൺ പൈപ്പിൻ്റെ ഫണ്ടമെൻ്റൽ ഫ്രീക്വൻസി എപ്പോഴും ക്ലോസ് പൈപ്പിൻ്റെ ഫണ്ടമെൻ്റൽ ഫ്രീക്വൻസിയുടെ 2 ഇരട്ടിയായിരിക്കും. ദാറ്റ് ഇസ് 2 into nu closed. സ്റ്റാൻഡിങ് വേവ്സ് ഇൻ ഓപ്പൺ പൈപ്പ് കണ്ടെയ്ൻ ഓൾ ഹാർമോണിക്സ് ആണോ ഓഡ് ഹാർമോണിക്സ് ആണോ? അപ്പോൾ ഓപ്പൺ പൈപ്പിൽ ഓൾ ഹാർമോണിക്സ് ആണ് ഉത്തരം. ഫണ്ടമെൻ്റൽ മോഡ് ഓഫ് വൈബ്രേഷൻ ഒരു ഡയഗ്രാം തന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം അത് ഏത് ടൈപ്പാണ്. ഓപ്പൺ പൈപ്പിൻ്റെ കേസ് പോലെയാണ്, അല്ലേ? ഡ്രോ ദ സെക്കൻഡ് ആൻഡ് തേർഡ് ഹാർമോണിക്സ്. അപ്പോൾ സെക്കൻഡും തേർഡും ഹാർമോണിക്സ് വരച്ചതാണ്.
Prove that the frequencies in the string are in the ratio 1:2:3. Okay, അപ്പോൾ ഒരു സ്ട്രിങ്ങിൻ്റെ കേസിൽ ന്യൂ 1:2:3 എന്താണ് 1:2:3 ആണെന്ന് കാണിക്കണം. അതാണ് അടുത്തത്. അപ്പം ഈ ഭാഗത്തു നിന്നൊക്കെ ചോദ്യങ്ങൾ വരാറുണ്ട്. ഇഫ് L is a length and V is a speed, what are the equations for the first and second harmonics? ഓക്കെ, അപ്പം സ്ട്രിങ്ങിൻ്റെ കേസ് തന്നെ ഫസ്റ്റും സെക്കൻഡ് ഹാർമോണിക്സ് എന്താണെന്ന് കാണിച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി അടുത്തത് കുറച്ച് പ്രോബ്ലംസ് വരാറുണ്ട്. അപ്പം വന്ന പ്രോബ്ലംസ് കുറച്ചൊന്ന് ഡിസ്കസ് ചെയ്യാം. Which harmonic mode of a pipe is resonantly exerted by 1.1 kilohertz in an open pipe of length 30 centimeter? Velocity of the sound is given. അപ്പം ഓപ്പൺ പൈപ്പാണ്. ഓപ്പൺ പൈപ്പിൻ്റെ ഫ്രീക്വൻസിൻ്റെ ഫോർമുലയാണ് V/2L × N. അപ്പോൾ അതിൽ എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എന്നിൻ്റെ വാല്യൂ നമുക്ക് കിട്ടും 2. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ, സെക്കൻഡ് ഹാർമോണിക് മോഡിലാണ്. ഓക്കെ, if an open pipe produces fundamental frequency F in air, fundamental frequency produced by the same pipe dipped in half in water. അപ്പോൾ ഒരു ഓപ്പൺ പൈപ്പിൻ്റെ ഫണ്ടമെൻ്റൽ ഫ്രീക്വൻസി F/V/2L ആണ്. ഈ പൈപ്പിനെ നമ്മൾ വെള്ളത്തിൽ മുക്കിക്കഴിഞ്ഞാൽ അതൊരു ക്ലോസ്ഡ് പൈപ്പായി മാറും. അതിൻ്റെ ലെങ്ത് L/2 ആവും. അപ്പോൾ അതിൻ്റെ ഫണ്ടമെൻ്റൽ ഫ്രീക്വൻസി എന്തായിരിക്കും? ക്ലോസ് പൈപ്പിൻ്റെ ഫണ്ടമെൻ്റൽ ഫ്രീക്വൻസി V/4L ആണ്. അപ്പോൾ എല്ലിൻ്റെ സ്ഥാനത്ത് ഇപ്പം L/2 ഇടണം. അപ്പം V/4 L/2 ആവും. അത് ഇക്വേറ്റ് ചെയ്താൽ വി ഫൈൻഡ് ദാറ്റ് ഇറ്റ് ഇസ് ഈക്വൽ ടു V/2L വിച്ച് ഇസ് നത്തിങ് ബട്ട് F. അപ്പോൾ അങ്ങനെയാണ് ഇക്വേഷൻ കിട്ടുന്നത്. പിന്നെ ബീറ്റ്സ് എന്നൊരു സെക്ഷനിൽ ചോദ്യം വന്നിട്ടുണ്ട്. 2 strings A and B are vibrating together. Frequency of A decreasing from 324 Hz. പിന്നെ മിഡിലത്തെ കോളത്തിൽ ഫിക്സ്ഡ് ഫ്രീക്വൻസി ഓഫ് സ്ട്രിങ് B ഡാഷ്, അതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. നമ്പർ ഓഫ് ബീറ്റ്സ് ഇൻക്രീസിങ് ഫ്രം 6 per second. അതായത് ബീറ്റിൻ്റെ ഫ്രീക്വൻസി 6 ആണ്, 6. ഇപ്പോൾ ബീറ്റ് ഫ്രീക്വൻസിൻ്റെ ഇക്വേഷൻ എന്താ? ഇറ്റ് ഇസ് N2 - N1. അപ്പോൾ N1 തന്നിട്ടുണ്ട് 324. അപ്പോൾ N2 എന്തായിരിക്കും? 330. ഓക്കെ, അപ്പോൾ ആൻസർ ഇസ് 330. പിന്നെ അടുത്തത് ഡോപ്ലർ എഫക്റ്റ് എന്നൊരു ഭാഗത്തു നിന്ന് വരുന്നൊരു ചോദ്യമാണ്. എ വുമൺ ഈസ് ട്രാവലിംഗ് ഇൻ എ കാർ അറ്റ് എ സ്പീഡ് ഓഫ് 25 m/s. ഷീ ഈസ് മൂവിങ് അവേ ഫ്രം സോഴ്സ് പ്രൊഡ്യൂസിങ് എ സൗണ്ട് ഓഫ് 512 Hz. സ്പീഡ് ഓഫ് സൗണ്ട് ഇൻ എയർ ഇസ് 340 m/s. കാൽക്കുലേറ്റ് ദ ഫ്രീക്വൻസി ഹേർഡ് ബൈ ഹെർ. അപ്പം ഇതിൽ വുമൺ ഈസ് ട്രാവലിംഗ്, അതായത് വുമൺ ആണ് ഒബ്സർവർ മൂവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒബ്സർവറിൻ്റെ വെലോസിറ്റിയാണ് 25 m/s. സോഴ്സ് മൂവ് ചെയ്യുന്നില്ല. അപ്പോൾ സോഴ്സിൻ്റെ വെലോസിറ്റി VS 0 ആണ്. അപ്പം നമ്മളെടുത്ത് ഫോർമുല എന്താണ്? അപ്പാരൻറ്റ് ഫ്രീക്വൻസിൻ്റെ ഫോർമുല ν' ഈക്വൽ ടു V - V0 ഡിവൈഡഡ് ബൈ V - VS ആണ്. അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് ν' വാല്യൂ കിട്ടും. ഓക്കെ, ഇനി അടുത്ത ചോദ്യം നോക്കാം. നെയിം ദ ഫിനോമിന. ഈ ഫിനോമിന എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത്? അപ്പാരൻറ്റ് ഫ്രീക്വൻസി ഉണ്ടാകുന്നത് ഡോപ്ലർ എഫക്റ്റ് കാരണമാണ്. റൈറ്റ് ഡൗൺ ദ ജനറൽ എക്സ്പ്രഷൻ ഫോർ അപ്പാരൻറ്റ് ഫ്രീക്വൻസി. ജനറൽ എക്സ്പ്രഷൻ ഫോർ അപ്പാരൻറ്റ് ഫ്രീക്വൻസി എന്താ? ν' ഈക്വൽ ടു V - V0 ഡിവൈഡഡ് ബൈ V - VS. പിന്നെ ഈ എക്സ്പ്രഷൻ്റെ ഡെറിവേഷനും ചോദിക്കാറുണ്ട്. അപ്പോൾ ഡെറിവേഷൻ ചോദിക്കുമ്പോൾ ഡെറിവേഷൻ അങ്ങ് എഴുതി കൊടുക്കുക. ഓക്കെ, അപ്പം മെയിനായിട്ട് ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് വരാറ്. പിന്നെ കുറേ പഴയ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ നോക്കിക്കഴിഞ്ഞാൽ അതിൽ ന്യൂട്ടൺ ആൻഡ് ലാപ്ലേസ് ഇക്വേഷനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട്. പിന്നെ ഇത് എലാസ്റ്റിസിറ്റി ഓഫ് ഗ്യാസസ്, അതായത് സൗണ്ട് ഗ്യാസിലേക്ക് കൂടിയാണോ സോളിഡ്സിലേക്ക് കൂടിയാണോ ലിക്വിഡ്സിലേക്ക് കൂടിയാണോ കൂടുതൽ സ്പീഡിൽ ട്രാവൽ ചെയ്യുന്നത് എന്നൊരു ചോദ്യം വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഉത്തരം അറിയാമല്ലോ. സൗണ്ട് ട്രാവൽ ചെയ്യുന്നത് സോളിഡ്സിലേക്ക് കൂടിയാണ് ഏറ്റവും അധികം. കാരണം സൗണ്ട് ട്രാവൽ ചെയ്യുമ്പം മീൻസ് ഏത് മീഡിയത്തിലേക്ക് കൂടിയാണോ ട്രാവൽ ചെയ്യുന്നത് അതിൻ്റെ എലാസ്റ്റിസിറ്റി ഹൈ ആയിരിക്കണം. സോളിഡ്സിൻ്റെ എലാസ്റ്റിസിറ്റി ഹൈ ആയതുകൊണ്ട് സൗണ്ട് ട്രാവൽസ് with maximum velocity in solids and with minimum velocity in gases. കാരണം ഗ്യാസിൻ്റെ എലാസ്റ്റിസിറ്റി കുറവാണ്. ഓക്കെ, അപ്പം ഇത്രയും ഭാഗങ്ങൾ നിങ്ങൾ നന്നായിട്ടൊന്ന് പഠിച്ചാൽ നിങ്ങൾക്ക് വേവ്സ് എന്നൊരു ഭാഗം ക്ലിയർ ആവും. എക്സാമിന് വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്.